വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജ്യുലേണിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2025 മാർച്ച് 22-ന് 5ാം ക്ലാസ്സിന് നടന്ന ആനുവൽ എക്സാമിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസർ കീയുമാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും അതുപോലെ തന്നെ ഇനി നടക്കാനിരിക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്കൂളുകാർക്ക് ഹിന്ദി എക്സാം കഴിഞ്ഞിട്ടില്ല, അവർക്കും ഈ മോഡലിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിത് കാണുക, എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്നുള്ള മോഡൽ നോക്കി മനസ്സിലാക്കുക. നമുക്ക് നോക്കാം. 6ഓളം ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ആദ്യത്തേത് നിർബന്ധമായി നമ്മൾ എഴുതേണ്ടതാണ്. ബാക്കിയുള്ള 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഗതിവിധി ഇതായിരുന്നു. സൂചന ഖണ്ഡ് പഠേം അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ബഗീചെ മേം ഏക് സുന്ദർ ഫൂൽ ഖില. പൂന്തോട്ടത്തിൽ ഒരു സുന്ദരമായ പൂ വിരിഞ്ഞു. തബ് ദോ തിത്തിലിയാം ആയി. അപ്പോൾ 2 പൂമ്പാറ്റകൾ വന്നു. ഏക് നീലി ഔർ ഏക് പീലി. ഒരു പൂമ്പാറ്റ നീല കളറിലുള്ളതും മറ്റൊന്ന് മഞ്ഞ കളറിലുള്ളതുമായിരുന്നു. പീലി തിത്തിലി പൂൽ ഫർ ബൈട്ടി. മഞ്ഞ കളറുള്ള പൂമ്പാറ്റ പൂവിന്മേൽ വന്നിരുന്നു. നീലി തിത്തിലി ഉടുത്തി രഹി. നീല പൂമ്പാറ്റ പറന്നുകൊണ്ടിരുന്നു. പീലീനെ കഹാ ആവോ ദോസ്ത് ഹം മധു പീലേ. അതിൽ മഞ്ഞ കളറിലുള്ള പൂമ്പാറ്റ പറഞ്ഞു, വരൂ കൂട്ടുകാരാ, നമുക്ക് തേൻ കുടിക്കാം എന്ന്. അപ്പോൾ ഈ പാരഗ്രാഫ് വെച്ചിട്ട് താഴെ ചോദ്യമുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൂൽ കഹാം ഗില. പൂക്കൾ എവിടെയാണ് വിരിഞ്ഞതെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം ഫസ്റ്റിലെ വാക്ക് തന്നെ അതിൻ്റെ ഉത്തരമാണല്ലേ. എന്ത്? ബഗീചെ മേം എന്ന് കൊടുത്തിട്ടുണ്ട് പാരഗ്രാഫിൽ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 3ാമത്തെ ഓപ്ഷൻ ഈ എന്ന് പറയുന്ന ബഗീചെ മേം, അതാണ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിത്തിലിയാം ബഗീചെ മേ കബ് ആയി. പൂമ്പാറ്റകൾ പൂന്തോട്ടത്തിൽ എപ്പോഴാണ് വന്നത്? എപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് സെക്കൻഡ് ഓപ്ഷനാണ് ഫൂൽ ഖിൽനെ പർ. പൂക്കൾ വിരിഞ്ഞ സമയത്താണ് ഇവിടെ പൂമ്പാറ്റകൾ വന്നിട്ടുള്ളത് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൂൽ പർ കോൻ ബൈഠി. ആരാണ് പൂവിൽ വന്നിരുന്നത്? 2 പൂമ്പാറ്റയിൽ ഒരാളാണ് ഇരുന്നത് അല്ലേ. അതിലേതാണ്? ലാസ്റ്റ് ഓപ്ഷൻ പീലി തിത്തലി. മഞ്ഞ പൂമ്പാറ്റയാണ് പൂക്കളിൽ വന്ന് ഇരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ബഗീചെ മേ കോൻ കോൻ ആയി. പൂന്തോട്ടത്തിലേക്ക് ആരെല്ലാമാണ് വന്നത്? നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പീലി ഔർ നീലി തിത്തലി. മഞ്ഞയും നീലയും കളറുള്ള പൂമ്പാറ്റകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മധു പീനെ കെ ലിയെ തിത്തലിയാം കഹാ ആത്തി ഹേ. തേൻ കുടിക്കാൻ വേണ്ടി പൂമ്പാറ്റകൾ എവിടെയാണ് വന്നത്? എവിടെയാണ് വന്നിരുന്നത്? ലാസ്റ്റ് ഓപ്ഷൻ ഫൂൽ പർ. പൂവിന്മേലാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പുറത്തു നിന്നുള്ളൊരു ഭാഗം തന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറയും. അപ്പോൾ സിമ്പിളായി പാരഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇനി 2ാമത്തെ ഗതിവിധി ഏത് പാഠത്തിൽ നിന്നാണ്, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഗതിവിധി ധോ ഖണ്ഡ് പഠേം और प्रश्नों के उत्तर लिखें. പാരഗ്രാഫ് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സന്തരേൻ്റെ പാഠത്തിൽ നിന്നാണ്. ദോ സന്തരേ थे एक दिन घूमने निकले दोनों हंसते लुढ़कते फुदकते चले जा रहे थे अचानक एक भालू सामने आ गया. ഇത്രയും ഭാഗം തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്. സന്തരോ के सामने कौन आ गया. ഓറഞ്ചുകൾക്ക് മുമ്പിൽ ആരാണ് വന്നത്? ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഭാലു ആണ്, കരടിയാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാർത്താലാപ് ആകെ ബഡായെ. കോൺവെർസേഷൻ പൂർത്തീകരിക്കാനാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിൻസുകളൊന്നും തന്നിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് ഉത്തരം എഴുതുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇവിടെ 1ാമത്തെ സന്തര പറയുന്നുണ്ട് ക്യാ ഹം ഘൂമിനെ ചലേ. എന്താ, നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാൻ പോയാലോ എന്ന് പറയുന്നു. അപ്പോൾ സന്തര ദോ. അപ്പോൾ 2ാമത്തെ ഓറഞ്ച് പറയുന്നതായിട്ടുള്ള സെൻറ്റൻസ് നമ്മളിവിടെ കൊടുക്കണം. ഹാം ചലോ, പോകാം, നടക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ സന്തര ഏക്ക്. അപ്പോൾ 1ാമത്തെ സന്തര ദേക്കോ ഏക്ക് ഭാലു. നോക്കൂ, ഒരു കരടി വരുന്നു. അപ്പോൾ സന്തര ദോ ഭാഗോ ഭാഗോ, ഓടൂ ഓടൂ എന്നൊക്കെ പറയുന്ന സെൻറ്റൻസുകളാക്കിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് എഴുതണം. അപ്പോൾ ആ പാഠഭാഗം നന്നായിട്ട് വായിക്കുക. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഗതിവിധി 3 കവിതയുടെ ഭാഗം തന്ന് ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം എഴുതുക. നമ്മുടെ വർഷ ആയി എന്ന് പറയുന്ന കവിതയാണ്. റിംചിം റിംചിം വർഷ ആയി എന്ന് പറയുന്ന കവിതാഭാഗം തന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നദി നാലിയാ ക്യാ കർ രഹി ഹേ.
നദികളും തോടുകളും ഒക്കെ എന്ത് ചെയ്യുന്നു? മഴ വന്നപ്പോൾ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞേ? ഇവിടെയുണ്ട് നദി നാലിയാം എന്ന് തുടങ്ങുന്ന 4ാമത്തെ വരിയിൽ ഉത്തരമുണ്ട്. ഉമടി രഹീഹെ അതാണ് ഉത്തരമായിട്ട് വരുന്നത്. നദി നാലിയാം ഉമടി രഹീഹെ എന്ന് എടുത്തെഴുതുക. 4ാമത്തെ വരിയായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. നെക്സ്റ്റ് ആശയ് വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖെ. താഴെ ആ എന്ന് പറഞ്ഞ് 2 ആശയങ്ങൾ തന്നിട്ടുണ്ട്. ആ ആശയങ്ങൾ വരുന്ന വരി എടുത്തെഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റത്തെ ആശയം എന്താണ്? ആ എന്ന് പറയുന്നതിന് നേരെ വർഷ ആ ഗയി ഔർ ധർത്തിക്ക് പ്യാസ് ബുജാതി. മഴ വരുന്നു, മഴ വന്നപ്പോൾ ഭൂമിയുടെ ദാഹം ശമിക്കുന്നു എന്ന് പറയുന്ന വരി ഇവിടെ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഏതാണ്? റിംചിം റിംചിം വർഷ ആയി ധർത്തിക്ക് സബ് പ്യാസ് ബുജാതി. ആദ്യത്തെ 2 വരി, കവിതയിലെ ആദ്യത്തെ 2 വരിയാണ് ഈ ആ എന്നതിൻ്റെ ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് ആ എന്ന ചോദ്യത്തിന് നിങ്ങൾ എന്തുത്തരമായി എഴുതിയത്? താലാബ് ഭരേ ഹുയേ ഹെ ഔർ ബൂന്തേ നാച്ചിത്തി ഹെ. നദികൾ നിറയുന്നു, എന്താണ്? ബൂന്തേ നാച്ചിത്തി ഹെ, മഴത്തുള്ളികൾ നൃത്തം ചെയ്യുന്നു. അപ്പോൾ അത് വരുന്ന വരികൾ ഇവിടെ ഏതാണുള്ളത്? നമ്മുടെ ലാസ്റ്റിലെ 2 വരി, ഭരേ ഹുയേ ഹേ താല് തലയ്യ ഭൂന്തേം കർത്തി തഥാ ധയ്യ. അതാണ് ലാസ്റ്റിലെ 2 വരിയാണ് ഈ 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി എക്സാം കഴിയാത്ത മറ്റ് സ്കൂളുകളിലെ കുട്ടികൾ ശ്രദ്ധിക്കുക. ഇതേ മോഡലിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നെക്സ്റ്റ് പ്രവർത്തനം എന്താണ്? ഗതിവിധി 4 സൂചന ചിത്രക്കെ സ്ഥാൻ പർ ഉചിത് ശബ്ദ് ജോഡേം ഔർ വാക്യ ലിഖേം. ഒരു പാരഗ്രാഫ് തന്നു, അതിൽ കുറേ സെൻറ്റൻസും കുറേ ചിത്രങ്ങളും ഉണ്ടല്ലേ. അപ്പം നിങ്ങൾ ആ ചിത്രം വരുന്നിടത്ത് താഴെ ഓപ്ഷൻസിൽ നിന്ന് അതിൻ്റെ പേരെടുത്ത് എഴുതിയിട്ട് ആ സെൻറ്റൻസുകളെല്ലാം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയേ, രാത്ത് കാ സമയ ഥ നീതു കെ ഹാത്ത് മേ ഡാഷ് ദി. അവിടെ ഒരു ബുക്കിൻ്റെ ചിത്രമാണ്. പുസ്തകത്തിന് എന്താണ്? രാത്രി സമയമായിരുന്നു, നീതുവിൻ്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്കിന് പറ്റിയ പേര് താഴെയുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാം. ഓപ്ഷൻസിൽ കിതാബ് ലാസ്റ്റിലെ വാക്കാണ് അവിടെ എഴുതേണ്ടിയിരുന്നത്. നീതു ഡാഷ് കെ ബാഹർദി. അവിടെ ഒരു ചിത്രം ഇല്ലേ? നീതു വീടിൻ്റെ പുറത്തായിരുന്നു. വീടിനെന്താ പറയുക? അതിലെ 4ാമത്തെ വാക്ക് ഘർ എന്നുള്ളത് ആ ചിത്രത്തിൻ്റെ അടുത്ത് അവിടെ എഴുതി കൊടുക്കുക. അടുത്തത് അമ്മ ചായയും എടുത്തു വന്നു എന്നാണ്. ചായയുടെ ചിത്രമാണ് ഉള്ളത്. ചായ എന്ന വാക്ക് ഇവിടെ ഓപ്ഷൻസിൽ 2ാമത്തേതാണ്. അതെടുത്ത് ചായ എന്നുള്ള ചിത്രത്തിൻ്റെ അവിടെ നിങ്ങൾ എഴുതുക. അമ്മക്ക് സാത്ത് ഡാഷ് ബി ആയ. അമ്മയുടെ കൂടെ ആരും കൂടി വന്നു. അവിടെ ആരുടെ ചിത്രമാണുള്ളത്? പില്ല ഉണ്ട് അല്ലേ, ഒരു നായക്കുഞ്ഞിനെ കാണാം. അപ്പോൾ അവിടെ പില്ല എന്നുള്ള വാക്ക് 3ാമത്തെ വാക്കാണ്, അത് എഴുതുക. നീതുവിനെ പില്ലേക്കോ ബോൾ ദിയ. നീതു പട്ടിക്കുഞ്ഞിന് എന്ത് കൊടുത്തു? ബോൾ കൊടുത്തു. ബോൾ എന്നുള്ള വാക്ക് ആദ്യത്തെ വാക്കാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾ എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ ഇനി പരീക്ഷയുള്ള കൂട്ടുകാർ ശ്രദ്ധിക്കുക, ഇതേ മോഡലിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ചിത്രങ്ങളുടെ പേരുകളൊക്കെ പഠിച്ചു വെച്ചേക്കുക. ഓപ്ഷൻസ് തരുമ്പോൾ അതിൽ നിന്ന് എടുത്തെഴുതാൻ സാധിക്കും. അടുത്തത് പാനി എന്ന കവിതയുടെ ഭാഗം തന്നിട്ടുണ്ട്. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പാനി സേ ഹി ഹിജഗ് സുന്ദർ പാനി സേ ജീവൻ ഹേ. നമ്മുടെ പാനി കവിതയുടെ ഭാഗമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ജൽ കാ സമാനാർത്ഥക ശബ്ദ കവിതാംശ സേ ചുൻകർ ലിഖേ. ജൽ എന്നതിൻ്റെ സെയിം അർത്ഥം വരുന്ന വാക്ക് കവിതയിലുണ്ട്. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പാനിയാണ് അല്ലേ ആദ്യത്തെ വാക്ക്. അത് നോക്കിയെടുത്ത് എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പാനി അമൂല്യ ഹേ പാനിക്ക് മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരെ. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പാനി അമൂല്യ ഹേ, വെള്ളത്തെക്കുറിച്ചുള്ള പോസ്റ്റർ വരും എന്നുള്ളത്. അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങളൊരു ബോക്സിനുള്ളിലേക്ക് എഴുതി കൊടുക്കുക. എക്സ്ട്രാ നിങ്ങൾക്ക് പോയിന്റുകൾ അറിയാമെങ്കിൽ അതും ചേർക്കുക. ചിത്രമൊക്കെ വരച്ച് ഭംഗിയാക്കി ജലസംരക്ഷണത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ഇതേ മോഡൽ ഇനി വരുന്ന പരീക്ഷയിലും അടുത്ത പരീക്ഷയുള്ള കൂട്ടുകാർ കൂടി ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഇവിടെ ഗതിവിധി ചയിൽ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രത്തിന് അനുയോജ്യമായി സെൻറ്റൻസ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഫസ്റ്റ് ചിത്രത്തിൽ നമ്മൾ ഒരു മരമുണ്ട്, ആ മരത്തിലൊരു പക്ഷി ഇരിക്കുന്നതായിട്ടുള്ള ചിത്രമാണ് അല്ലേ. അപ്പം ആ 1 എന്നുള്ളതിന് നമ്പർ ഇട്ടിട്ട് നിങ്ങൾ ഈ ഇവിടെ തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഏതാണ് കറക്റ്റായിട്ടുള്ളത് നോക്കിയിട്ട് 1 നമ്പർ ഇട്ട് എഴുതുക. മരത്തിന്മേലൊരു പക്ഷി ഇരിക്കുന്നു എന്നുള്ളത് ഏതാ? ലാസ്റ്റ് സെൻറ്റൻസ്, പേടിക്കെ ഊപ്പർ ചിടിയാഹേ. മരത്തിന് മുകളിൽ പക്ഷിയുണ്ട്, അത് എഴുതുക. 2ാമത്തെ സെൻറ്റൻസിൽ എന്താണ്? 2ാമത്തെ ചിത്രത്തിൽ എന്താണെന്ന് നോക്കിയേ. വീടിൻ്റെ മുമ്പിലൊരു എന്തുണ്ട്? ഒരു പൂച്ചക്കുഞ്ഞുണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, ഘർ കെ സാമനെ ഏക്ക് ബിലൗട്ടാ ഹേ, അത് എഴുതുക. 3ാമത്തെ ചിത്രത്തിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? കുളക്കരയിലൊരു
കുളക്കോഴി നിൽക്കുന്നതാണ്. അപ്പോൾ നാലാമത്തെ സെൻറ്റൻസ് താലാബ് കെ കിനാരെ ഏക്ക് ജൽമുർഗി ഹെ, കുളക്കരയിൽ ഒരു കുളത്തുകോഴി ഉണ്ട്. നാലാമത്തെ ചിത്രമായിട്ട് മരച്ചുവട്ടിൽ ഒരു കരടി ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് പറ്റിയ സെൻറ്റൻസ് ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ, പേട് കെ നീച്ചെ ഏക്ക് ഭാലു ഹെ, മരച്ചുവട്ടിൽ ഒരു കരടിയുണ്ട്. നെക്സ്റ്റ് അഞ്ചാമത്തെ ചിത്രം, വീടിൻ്റെ പുറത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നു എന്നുള്ള ചിത്രമാണ്. അപ്പോൾ അതിന് പറ്റിയ സെൻറ്റൻസ് ഘർ കെ ബാഹർ ഏക്ക് ലഡ്കി ഹെ, വീടിൻ്റെ പുറത്തൊരു പെൺകുട്ടി ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് അനുയോജ്യമായ സെൻറ്റൻസ് എടുത്ത് എഴുതാൻ വരും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പരീക്ഷ കഴിഞ്ഞ കൂട്ടുകാർക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. വളരെ ഈസി ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെയും ആ കോൺവെർസേഷനാണ് ഒരു പിന്നെ സെൻറ്റൻസുകളൊന്നും ഇല്ലാതെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമായിട്ടുണ്ടാവുക. പക്ഷേ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി എന്നുള്ളത്. ആകെ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്ന പരീക്ഷയ്ക്ക്. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. ഇതേ മോഡലിലായിരിക്കും ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ.